ഇപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിക്കാൻ വെച്ചു. ഈ കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തത്. ഇനി നമ്മൾ ഈ ബാക്കിയിരിക്കുന്ന ഈ 1/2 കപ്പ് പാലിൽ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന പാലിൽ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ഫ്ലേവറിലുള്ള കസ്റ്റേർഡാണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായി കലക്കിയെടുക്കാം. കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഏത് ഫ്ലേവറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും ഉപയോഗിക്കാം. ഇനി നമുക്കിത് പാലിലോട്ട് ഈ പാല് തിളയ്ക്കാൻ വെച്ചതിലോട്ട് നമുക്ക് പഞ്ചസാര കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കലക്കി വെച്ച കസ്റ്റേർഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നന്നായി തിളച്ചു. ഇതിന് ഒരുപാട് കുറുക്കി എടുക്കണ്ട, ഈ ഒരു തിക്നെസ് മതി. ഇപ്പം ഞാൻ ഇതിൽ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല, കാരണം ഇതിന് തന്നെ ഒരു ഫ്ലേവറുണ്ട്. ഇത് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ കസ്റ്റേർഡാണ് പൗഡർ. അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. കളറ് ഇതിന് ഒരു ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കളർ വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിലും ഇതിൽ ഒരു ചെറിയൊരു കളർ ഉണ്ട്, എക്സ്ട്രാ വേണമെന്നില്ല. അപ്പം നമുക്കിനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മൾ തയ്യാറാക്കിയ കസ്റ്റേർഡിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇത് കമ്പൽസറി ഒന്നുമില്ല, ഇത് നമുക്കൊരു ഭംഗിക്കും ഒരു കളറിനൊക്കെ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡിൽ ഐസ്ക്രീം വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ തയ്യാറാക്കിയ കസ്റ്റേർഡ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തു. ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കളറിന് വേണ്ടി ഒരൽപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ഒരൽപ്പം വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് എടുത്തതാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറ് ചേർക്കാതെ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കാം. നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ മറ്റേ തട്ടിൽ. ഇത് നമുക്കൊന്ന് ഫ്രീസറിലും സൂക്ഷിക്കാം. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തപ്പോൾ നല്ല ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഇത് ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം. നല്ല ആവശ്യത്തിന് നല്ല കളർ നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡിൽ ചേർക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആപ്പിള് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെറിയ പീസാക്കി നുറുക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മാതളം അതെടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് ഓറഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കുരുവും റിമൂവ് ചെയ്തതിന് ശേഷം ചേർക്കാം. പിന്നെ ഇവിടെ പ്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ഇഷ്ടമാണോ അതൊക്കെ നമുക്കിതിൽ ചേർക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുറച്ച് എടുത്തിട്ടുണ്ട്. പിസ്ത, ആൽമണ്ട്, കാഷ്യൂ അതൊക്കെ എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതെല്ലാം തൊലി കളഞ്ഞ് ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റർഡിലോട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം, പക്ഷെ വാട്ടർ മെലോൺ ഇതിന് അത്ര യോജിക്കില്ല. വാട്ടർ മെലോൺ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമ്മൾ റെഡിയാക്കി വയ്ക്കുമ്പോൾ അത് കൂടുതൽ വെള്ളമായി പോകും. അതുകൊണ്ട് വാട്ടർ മെലോൺ അവോയ്ഡ് ചെയ്യുക. വേറെ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഓറഞ്ചും പൊടിക്കാനായിട്ടും നമുക്ക് നട്ട്സ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നട്ട്സും ഡ്രൈ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഫ്രൂട്ട്സ് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ വാട്ടർ മെലോൺ ഇതിൽ അത്ര ചേർക്കുന്നത് അത്ര ഇതിന് കുറച്ചിത് വെള്ളമായി പോകും. അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യുക. വേറെ ഏത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിലോട്ട് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഐസ്ക്രീം കൂടെ ഐസ്ക്രീം ഓപ്ഷനിലാണ്. നമുക്ക് ഐസ്ക്രീം കൂടെ വെച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കാണും. അങ്ങനെയും ചെയ്യാം.